ശ്രീ അമൽ ശ്രീ, നമുക്കറിയാം ജെ ബി കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് ഏകദേശം 4.77 ലക്ഷം പരാതികളാണ് വിവിധ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന്, ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ജെ ബി കൊച്ചി കമ്മീഷന്റെ ആ സിറ്റിങ്ങുകളിലൊക്കെ വന്നത്. അതിനുശേഷം 300-ലധികം ശുപാർശകൾ സമർപ്പിക്കപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും ഇപ്പോൾ അഡ്വക്കേറ്റ് മനുവും അച്ഛനും പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു പ്രശസ്തമായിട്ടുള്ള സിനിമ ഡയലോഗ് ഉണ്ട്, ഈ താമരശ്ശേരി ചുരം ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം. നിയമസഭാ തെരഞ്ഞെടുപ്പിനും പറയും, ലോക്സഭാ തെരഞ്ഞെടുപ്പിനും പറയും, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പറയൂ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഈ സച്ചാർ കമ്മിറ്റി, പാലോളി കമ്മിറ്റി റിപ്പോർട്ട്, അതിനെക്കുറിച്ചൊക്കെ അങ്ങ് കാര്യമായിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ആ റിപ്പോർട്ടുകളൊക്കെ കമ്മീഷൻ സമർപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു വേഗത, അന്നേരവും ഇപ്പോൾ ശരിയാക്കി തരാം എന്നൊരു നിലപാടായിരുന്നു. ഒപ്പം തന്നെ ഈ ജെ ബി കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട്, സർക്കാരിന്റെ സമീപം, ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ ഈ ഒരു ഘട്ടത്തിൽ ഒന്ന് പങ്കുവയ്ക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഞാനിത് പങ്കുവയ്ക്കുന്നതിനുപരി തന്നെ അതിന്റെ ചരിത്രത്തിലേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. അതായത് എന്താണ് ഇങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ടുകളുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഈ പാലോളി റിപ്പോർട്ട് എന്തിനു വന്നു, അല്ലെങ്കിൽ സച്ചാർ റിപ്പോർട്ട് എന്തിനു വന്നു, ഈ കമ്മീഷൻ കൊണ്ട് ആ സമുദായത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായത്, ഈ കാര്യങ്ങളെ പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും പലപ്പോഴും നമ്മുടെ സഭാ നേതൃത്വത്തിൽ മെത്രാന്മാരാകട്ടെ, വൈദികരാകട്ടെ, സന്യസ്തരാകട്ടെ, നമ്മുടെ തന്നെ വിശ്വാസികളിലാകട്ടെ, എന്താണ് ഈ ജെ ബി കൊച്ചി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രാധാന്യം, ഇതുപോലൊരു റിപ്പോർട്ട് എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് ഉപകാരമാണ് ക്രൈസ്തവർക്ക് ഉണ്ടാകുന്നത്, അതിന്റെ പ്രാധാന്യത്തെ പറ്റി എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ശരിക്കും ഈ ഒരു കമ്മീഷൻ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ അതിന്റെ പിന്നാമ്പുറം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. കൃത്യമായും വ്യക്തമായും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് ഈ 60 ലക്ഷത്തിലധികം വരുന്ന കേരളത്തിലെ ക്രൈസ്തവരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതായത് ഈ 2019 സംസ്ഥാനത്ത് ആദ്യമായിട്ട് ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി ഒരു സർക്കാർ കമ്മീഷൻ പഠിക്കുന്നത്. ആ പഠിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ സർക്കാരിന് ഒരു അപേക്ഷ കൊടുത്ത്, അതായത് കമ്മീഷൻ മുമ്പാകെ അപേക്ഷ കൊടുത്തതിന്റെ പേരിലാണ്. അതായത് എന്തുകൊണ്ടാണ് ഇനി അപേക്ഷ കൊടുക്കാനുണ്ടായ ഒരു കാരണം, അതായത് ഒരു സമൂഹത്തിന് എന്തെങ്കിലും സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഒരു ഉപകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യമോ ലഭിക്കണമെങ്കിൽ അതിനുള്ള അർഹത സ്വാഭാവികമായിട്ടും ആ സമുദായത്തിന് അല്ലെങ്കിൽ ആ വിഭാഗത്തിന് ഉണ്ടാകണം. അപ്പം അങ്ങനെ ഉണ്ടാകാൻ തക്ക വിധത്തിലുള്ള എന്തൊക്കെയോ അർഹത നഷ്ടപ്പെട്ടു പോയി കിടക്കുന്ന ഒരു സമൂഹമായിട്ടാണ് കേരളത്തിലെ ക്രൈസ്തവരെ കാണാൻ സാധിക്കുക. കാരണം നമുക്ക് സംവരണമില്ല. OBC സംവരണം, മുസ്ലിം സമുദായത്തില് മുസ്ലിം ഓൾ സെക്ഷൻസ് ഫോളോയിങ് ഇസ്ലാം എന്ന ലേബലിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഏവർക്കും സംവരണം കിട്ടുന്ന പോലെയുള്ള സംവരണം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്നില്ല. അപ്പൊ അങ്ങനെ OBC സംവരണത്തിൽ നിന്ന് പുറത്തായി കിടക്കുന്ന ഒരു വിഭാഗമായി ഇത് കഴിയുന്നു. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങള് നിഷേധിക്കപ്പെട്ട്, ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട സമൂഹമായിട്ട് ഈ സമൂഹം മാറിയിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ സമയത്താണ് ഇതിലൊരു മാറ്റം വരണം. അങ്ങനെ ഒരു മാറ്റം വരണമെങ്കിൽ സർക്കാർ കൃത്യമായും ഈ സമുദായത്തെ പറ്റി പഠിക്കുകയും ഇവരുടെ പിന്നാക്കാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആ സമൂഹത്തിന് കൃത്യമായ അർഹതമായ ആനുകൂല്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കാനായിട്ടുള്ള ഒരു കാരണമായി തീരാനായിട്ട് ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തുയർത്തുക, അല്ലെങ്കിൽ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് എടുത്തുയർത്തുക, അതുവഴി അർഹവും അനർഹവുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ മുസ്ലിം സമൂഹം കൈപ്പറ്റുന്നതും പഠിച്ചത് കൊണ്ടാണ് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥയെ പറ്റി സർക്കാർ പഠിക്കണം, അങ്ങനെ ഒരു രേഖ സർക്കാരിന് മുമ്പിൽ വരണം എന്ന ആവശ്യത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിരന്തരമായിട്ട് പരാതികൾ കമ്മീഷൻ മുമ്പാകെ കൊടുക്കുകയും അങ്ങനെ കമ്മീഷനെ സമീപിക്കുകയും അങ്ങനെ കമ്മീഷൻ അവസാനം ഒരു അനുകൂലമായിട്ടുള്ള ഒരു റെസ്പോൺസ് തരികയും അങ്ങനെ കേരളം ഒട്ടാകെ 9 ജില്ലകളായിട്ട് ഒട്ടാകെ എല്ലാ ജില്ലകളിലെയും കൂടെ കൂട്ടിയായിട്ട് നമ്മുടെ 2019 ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ കേരള ക്രൈസ്തവരുടെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയിൽ നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് നടത്തുകയുണ്ടായി. അന്ന് സിറ്റിംഗ് നടത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യാനികൾ എന്തുമാത്രം ഈ വിഷയങ്ങളെ പറ്റി അവെയർ ആണെന്നുള്ളത് മനസ്സിലായത്. തുടക്കം തന്നെയും നമുക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കാനായിട്ടും സഭാ സംവിധാനങ്ങളുടെ കഴിയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ലൊരു സമയം പിന്നെ ഇതിനായിട്ട് തന്നെ ഇറങ്ങിയായിരുന്നു. അങ്ങനെ മുഴുവൻ സമയം ഇതിനായിട്ട് ഇറങ്ങിക്കൊണ്ട് തന്നെ എല്ലാ സഭകളിലും അല്ലെങ്കിൽ സംഘടനകളെയൊക്കെ ഈ വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും കൃത്യമായ റിപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം വരാനായിട്ടും CBC ഒക്കെ അറിയിച്ച് CBCയുടെ ലേറ്റ് കമ്മീഷനിൽ നിന്നൊക്കെ നല്ല റിപ്പോർട്ടുകളൊക്കെ തന്നെ തുടക്കം തന്നെ വരാനായിട്ടും അത് റെഫറൻസ് വെച്ച് ബാക്കിയുള്ളവരെ ഒരു അവബോധം ഉണ്ടായിക്കൊണ്ട് കൃത്യമായും ഈ ന്യൂനപക്ഷത്തിൽ കിടക്കുന്ന 80:20 അനുപാത വിഷയങ്ങള്, മറ്റൊരു വിഷയങ്ങള്, ജനസംഖ്യ കുറഞ്ഞു പോകുന്ന വിഷയങ്ങള്, എന്തുകൊണ്ട് അത് കുറയുന്നു, അതിന് കാരണമായിട്ടുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് സമുദായത്തിൽ ഇല്ലെന്നുള്ള വിഷയങ്ങള്, നിഷേധിക്കപ്പെട്ട വിഷയങ്ങള്, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അവബോധം ഉണ്ടാക്കി അവസാനം ധാരാളം റിപ്പോർട്ടുകൾ അവസാനം ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് ഒഴുകുകയാണ്. അങ്ങനെ ആലപ്പുഴ സിറ്റിങ്ങും ബാക്കിയുള്ള ജില്ലകളിലെല്ലാം തുടക്കം കോട്ടയം നടന്നു, അതിനുശേഷം എറണാകുളം നടന്നു, അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ജില്ലകളിലേക്കും ഉള്ള ആ റിപ്പോർട്ടുകളുടെ സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമായിട്ടുണ്ടായിരുന്നു.
അങ്ങനെ വന്ന് അവസാനം മലപ്പുറത്തെ സിറ്റിംഗിൽ ശരിക്കും പറയാണ്ട് ഒരു വഴക്കുണ്ടാകുന്ന അടിയുണ്ടാകുന്ന പോലീസിനെ വിളിക്കേണ്ട അവസരം എത്തി. അപ്പൊ അങ്ങനെ അത്രമാത്രം സജീവമായി ആ കമ്മീഷൻ സിറ്റിങ്ങുകൾ മാറുകയും അങ്ങനെ റിപ്പോർട്ടുകൾ വരികയും അങ്ങനെ റിപ്പോർട്ടുകൾ വന്നപ്പോഴാണ് നമുക്കറിയാം കമ്മീഷൻ ഭരിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഒക്കെ ഉള്ളവരാണ്. അപ്പൊ തീർച്ചയായും അവർക്കുണ്ടായ ആശങ്ക എന്ന് പറയുന്നത് അന്ന് വന്ന ആ കമ്മീഷൻ റിപ്പോർട്ടാണ്. കാര്യം കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്രിസ്ത്യൻ മെമ്പർ ആയിരുന്നു. കൃത്യമായ കാര്യങ്ങളൊക്കെ അതിനകത്ത് കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കാനായിട്ട് ചെയർമാൻ അവിടെ തയ്യാറായില്ലെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അന്നും ഈ JP കോശി കമ്മീഷനിൽ ഇന്ന് നടക്കുന്നത് പോലെ തന്നെ അന്ന് ന്യൂനപക്ഷ കമ്മീഷൻ, ഒരു ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സംവിധാനമായ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആ റിപ്പോർട്ട് ഇന്ന് വരെയും സർക്കാരിൽ സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാതെ വൈസ് ചെയർമാന്റെ ലേവലിൽ നിൽക്കുന്നു. കാലതാമസം വന്നതിന് നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവസാനം 2020 മാർച്ച് മാസത്തിലൂടെ കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ അവരുടെ കാരണം കൊറോണയായി. കൊറോണ കാരണം അത് നീങ്ങുന്നില്ലെന്ന് പറയുന്നു. അതിനുശേഷം കുറെ കാലം കഴിഞ്ഞു. ഈ സമയത്തെല്ലാം സഭയിൽ ഇതിന്റെ ഉള്ളടക്കം ഉണ്ടായി. തീർച്ചയായും ഈ ന്യൂനപക്ഷ വിഷയങ്ങളിലെ സംവരണ വിഷയങ്ങളിലെ ആവശ്യകതയൊക്കെ തന്നെ ഏകദേശം ബോധ്യപ്പെട്ട് വരികയും അവസാനം ഈ പറയുന്ന സച്ചാർ കമ്മീഷനെ പോലെ ബാളുവൽ കമ്മീഷനെ പോലെ പ്രത്യേക ഒരു കമ്മീഷൻ ഇതിനുവേണ്ടി പഠിക്കണം എന്ന് പറയുന്ന ആവശ്യം നമ്മുടെ സഭാതലത്തിൽ നിന്ന് വരികയും അങ്ങനെയാണ് സർക്കാരിന് അവസാനം ഗതിയില്ലാത്ത രീതിയിൽ JP കോശി കമ്മീഷൻ ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തത്. അങ്ങനെ നിയോഗിച്ചിട്ടും അവർ വീണ്ടും എന്ത് ചെയ്തു? കൃത്യമായ ഫണ്ടോ കാര്യങ്ങളോ ഓഫീസോ ഒന്നും കൊടുക്കാതെ ആ കമ്മീഷനെ വലപ്പിച്ച് കാലതാമസം വരുത്തുകയും അവരെ കൊണ്ട് ഒരു രീതിയിലും പഠനം നടത്താത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഇവിടെയുള്ള ക്രിസ്ത്യാനികള് അവരുടെ പഠനങ്ങൾ നടത്തി അവർക്ക് വേണ്ട റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം സമർപ്പിച്ച് അങ്ങനെ കാലങ്ങളോളം സമർപ്പിച്ച് കൊടുത്ത് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഈ JP കോശി കമ്മീഷന്റെ റിപ്പോർട്ട് വന്നപ്പം പോലും ആ റിപ്പോർട്ട് പൊതുസമൂഹത്തിലേക്ക് കാണിക്കാനായിട്ടോ ക്രിസ്ത്യാനികളെ ഒന്ന് അറിയിക്കാനായിട്ടോ സർക്കാർ സംവിധാനം തയ്യാറാകുന്നില്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും എത്ര വേഗതയിലാണ് ഇത് നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് ഈ സർക്കാരുകൾ കാണിച്ച ആ ഒരു തിടുക്കം എന്താണ്? മാത്രമല്ല ഈ കമ്മീഷന്റെ തന്നെ ഒരു ഒതന്റിസിറ്റി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിക്കണം. അതായത് സച്ചാർ കമ്മീഷൻ 2005 വരുന്നു, 2006 തന്നെ റിപ്പോർട്ട് വരുന്നു, റിപ്പോർട്ട് ഉടനെ തന്നെ നടപ്പിലാക്കാനായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളെങ്കിലും അത് വായിച്ചു നോക്കണം. ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വരുമെന്ന് വന്നത് എന്ന് പറയുമ്പോഴും ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാളും മുന്നോക്കമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് തന്നെയുണ്ട്. മാത്രവുമല്ല ഈ പറയുന്ന നമ്മുടെ സംവരണം നേടുന്ന വിഭാഗത്തിൽ തന്നെ 5 കാറ്റഗറി ഉണ്ടെന്നും അതിൽ 3 എണ്ണവും ഒരു ഉന്നത കാറ്റഗറി ആണെന്നും സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതെല്ലാം നിലനിൽക്കെ ഒരു പ്രത്യേക പഠനം കേരളത്തിൽ നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് പാലോളി മുനിസിപ്പാലിറ്റി കമ്മീഷൻ നിയോഗിക്കുകയും എന്നാൽ ഈ കമ്മീഷനിൽ നിയോഗിച്ച അംഗങ്ങൾ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ നമ്മുടെ കോശി കമ്മീഷനിലുള്ള പോലെ ഒരു ജഡ്ജിയോ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെ അല്ല ഈ പാലോളി മുനിസിപ്പാലിറ്റി കമ്മീഷൻ പോലും അവിടെ നിയോഗിക്കപ്പെട്ടത്. അതിനുള്ള 11 അംഗ കമ്മീഷനിൽ ഒരാൾ KT ജലീലാണ്. നമ്മുടെ നേരത്തെ ന്യൂനപക്ഷ മന്ത്രിയായിരുന്ന KT ജലീലായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫസൽ ഗഫൂർ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, അസീസ്, കടക്കൽ അബ്ദുൽ മൗലവി, KT ഹംസ, പിന്നെ ഫസൽ ഗഫൂർ ഉണ്ട്, KT ജലീലുണ്ട്, പിന്നെ നമ്മുടെ അബ്ദുറഹ്മാൻ ഉണ്ട്, ഹുസൈൻ അണ്ടത്താണി ഉണ്ട്, C അഹമ്മദ് കുഞ്ഞുണ്ട്. ഇതുപോലുള്ള രാഷ്ട്രീയക്കാരും ഈ പ്രത്യേക താല്പര്യങ്ങൾ ഉള്ളവരെയാണ് ഈ കമ്മീഷനിൽ കൊണ്ട് അംഗങ്ങളാക്കി വെച്ചത്. അതേസമയം ഇവിടെ ഒരു എന്താ പറയുക കൃത്യമായിട്ടും ഒരു സർക്കാർ സംവിധാനത്തിലൂടെ ഒരു രീതിയിലും പക്ഷപാതിത്വം കാണിക്കാത്ത രീതിയിലുള്ള ഒരു കമ്മീഷനെയാണ് JP കോശി കമ്മീഷനായിട്ട് നമുക്ക് ഇവിടെ നിയോഗിക്കുകയും ചെയ്തത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, പാലോളി കമ്മീഷനിൽ അത്രമാത്രം പക്ഷപാതം കാണിക്കാനായിട്ട് സാധ്യതയുള്ള ആളുകളെ അവിടെ വെക്കുകയും എന്നിട്ട് നമ്മൾ ആ കമ്മീഷൻ റിപ്പോർട്ടും കൂടി വായിച്ചു നോക്കണം. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രകാരമാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ അനുവദിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ അനുവാദമൊക്കെ പിന്നീട് വന്നതായിട്ട് പലരും വാദിക്കുന്നത്. JP കോശി കമ്മീഷൻ പാലോളി മുനിസിപ്പാലിറ്റി കമ്മീഷന്റെ അകത്ത് ആകെ ഒരു സ്കോളർഷിപ്പിനെ പറ്റിയേ പറയുന്നുള്ളൂ. വേറെ ഒരു സ്കോളർഷിപ്പിനെ പറ്റി പോലും ഈ പാലോളി മുനിസിപ്പാലിറ്റി കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും ഇല്ല. പക്ഷെ കേരള സർക്കാർ എന്ത് ചെയ്തു? ഈ നടന്നു വന്ന കോൺഗ്രസ് സർക്കാർ, UDF സർക്കാർ കാലഘട്ടത്താണ്, LDF സർക്കാർ കാലത്താണ് ചില പ്രത്യേക തൽപര കക്ഷികൾ അധികാരത്തിൽ നിന്നുകൊണ്ട് വരുത്തിയ ഭരണഘടനാ ലംഘനമായിരുന്നു 80:20 എന്നുള്ളത്. അതായത് ഒരു പഠനവും നടത്താതെയാണ് 80:20 എന്ന അനുവാദം ഇതിലേക്ക് വന്ന് കയറിയത്. അത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലും മലയാളി കമ്മീഷൻ റിപ്പോർട്ടിലൊന്നും ഉള്ള സാധനമൊന്നുമല്ല.
പ്രത്യേകമായിട്ട് ഫണ്ട് ബഡ്ജറ്റിൽ നിന്ന് വകയിരുത്തി ഈ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച സമയത്ത് പുതിയതായിട്ട് തുടങ്ങിയതാണ് സ്കോളർഷിപ്പുകൾ. അത് പാർലമെന്ററി കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നും ആസ്പദമാക്കുകയല്ല. അപ്പൊ അങ്ങനെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങിയ വകുപ്പുകളുടെ, അതായത് ഈ വകുപ്പ് സംവിധാനത്തിലൂടെ വന്ന ഈ സ്കോളർഷിപ്പുകളെയാണ് ഈ പ്രത്യേക അനുപാതം ചേർത്തുകൊണ്ട്, ഭരണഘടനാ വിരുദ്ധമായിട്ട് ഇതുപോലെ 80 അനുപാതമൊക്കെ ചേർത്തുകൊണ്ട് ഈ നാൾ ഇത്രയും ക്രിസ്ത്യാനികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടത് തന്നെ. അതിന് പ്രത്യേക ഈ റിപ്പോർട്ടിൽ പരാമർശം ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇന്നും നമ്മളത് കാണാൻ സാധിക്കും. നമ്മുടെ കോൺഗ്രസിന്റെ പോലും സ്പോക്സ് പേഴ്സൺ ആയിട്ട് ഇപ്പൊ മാറിയിരിക്കുന്ന സന്ദീപ് ജി വാര്യർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. KTLനെതിരായിട്ടാണ് ഒരു പോസ്റ്റ്. പക്ഷെ അതിനകത്ത് പരാമർശ വിഷയം ഇതാണ്: KTLെ പോലുള്ള മന്ത്രി അല്ലെങ്കിൽ മറ്റ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ 80:20 എന്ന് പറഞ്ഞുള്ള അനുപാതത്തിലൂടെ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കേണ്ടതല്ലാത്ത മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ്. അതായത് ഈ കോടതി വിധിയൊക്കെ അനർഹമായതാണെന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനയാണ് കോൺഗ്രസിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ വരെ ഈ ഫേസ്ബുക്കിൽ ഇപ്പം കുറിച്ചുകൊണ്ട് നടക്കുന്നത്. എത്രമാത്രം കപടമായിട്ടുള്ള വാദങ്ങളാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ കോടതി വിധി ഒന്ന് വായിച്ചു നോക്കണം. ആ വിധിക്കകത്ത് എന്താണ് പറയുന്നത്? ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ വിധി വാചകത്തിൽ തന്നെ 4ഓളം ഭാഗങ്ങളിൽ കടുത്ത ഭരണഘടനാ ലംഘനമായിരുന്നു ഈ 80:20 അനുവാദം എന്ന് പ്രത്യേകമായി ആ ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ബൈ ആക്ട്, നോൺ സപ്പോർട്ടഡ് ബൈ എനി ലോ, അട്ടർ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം വാദത്തിൽ പറഞ്ഞിരിക്കുക. എന്നിട്ടും അത് പാർലമെന്റ് കമ്മീഷന്റെ വാലെ കെട്ടിക്കൊണ്ട് പറയുകയാണ് ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ച് മുസ്ലിങ്ങൾക്ക് അർഹമായതായിരുന്നു എന്ന്. എത്രമാത്രം ബാലിശമായ കാര്യങ്ങളാണ്. മാത്രമല്ല, ഈ പാർലമെന്റ് കമ്മീഷൻ അവിടെ രംഗപ്രവേശം ചെയ്യുന്നു. അതായത് ഈ കമ്മീഷനെ നിയോഗിക്കുന്നു. തൊട്ടടുത്ത വർഷം തന്നെ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നു. ഉടൻ തന്നെ മുൻകാല പ്രാബല്യത്തിലാണ് അതിനകത്തെ പദ്ധതികൾ ആവിഷ്കരിച്ചത്. അത് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരികയും അതിനുശേഷം നടപ്പിലാക്കുന്ന കാലതാമസത്തിൽ വന്ന താമസം പോലും മാറ്റാണ്ട് മുൻകാല പ്രാബല്യത്തിലാണ് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ സ്കോളർഷിപ്പുകൾക്ക് അനുവദിച്ചത്. ആദ്യം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇല്ലായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലൂടെയാണ് ഈ സ്കോളർഷിപ്പ് കൊടുത്തത്. അതിന് മുൻകാല പ്രാബല്യം കൊടുത്തു. പിന്നെ ന്യൂനപക്ഷ വകുപ്പിലേക്ക് മാറ്റുന്നു. ആ സമയത്ത് എങ്ങും നിന്നും ഇല്ലാത്തൊരു അനുവാദം ഇവിടെ വന്ന് ചേർക്കുന്നു. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അനീതിപരവും ക്രിസ്ത്യാനികളെ മാനിക്കാത്തതുമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ നടന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. JB കോശി കമ്മീഷൻ. ഈ JB കോശി കമ്മീഷൻ കഴിഞ്ഞ മാസം നമ്മുടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എറണാകുളത്ത് വെച്ച് കേരളം ഒട്ടാകെ ഓരോ വകുപ്പുകളുടെ ഓരോ സമ്മേളന വേദികൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷന്റെ ഒരു സമ്മേളന വേദിയായിട്ട് എറണാകുളത്ത് അവിടെ നടക്കുകയും അവിടെ ഞാൻ പോവുകയും ചെയ്തതാണ്. അവിടെ പോയ സമയത്ത് അവിടെ തന്നെ കാണാം, അവിടെ വേദിയും സദസ്സും എല്ലാമായിട്ട് തന്നെ ക്രൈസ്തവ പങ്കാളിത്തം ഒട്ടും ഇല്ലായിരുന്നു. ക്രൈസ്തവ സംവിധാനത്തെയോ അല്ലെങ്കിൽ സംഘടനകളെയോ പ്രത്യേകമായി അറിയിക്കുകയോ അങ്ങനെ അവരെ വിളിക്കുകയോ ക്ഷണിക്കുകയോ ഒന്നും തന്നെ ചെയ്തതായിട്ട് അവിടെ ശ്രദ്ധയപ്പെട്ടുമില്ല. ആകെ ഞാൻ ചെന്ന ഞാനും 2-3 പേരും മാത്രമേ അവിടെ ക്രിസ്ത്യാനികളായിട്ട് തന്നെ കാണാനുണ്ടായിരുന്നുള്ളൂ. അവസാനം ആ സമ്മേളനത്തിന് അവസാനം ഞാൻ മന്ത്രിയോട് നേരിട്ട് തന്നെ ചോദിച്ചൊരു കാര്യമാണ്, പൊതുവേദിയിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ട് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല? മന്ത്രി അതിനു മുമ്പായിട്ട് തന്നെ ഇന്ന് ഈ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങള് കഴിഞ്ഞ മാസം തന്നെ മന്ത്രി ആ വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. അവിടെ മാത്രമല്ല, ന്യൂനപക്ഷ വകുപ്പിന്റെ ഒരു ബുക്ക്ലെറ്റ് വരെ ഇറക്കി. ഇതുപോലെ ഓരോ വകുപ്പുകളിൽ നിന്നും JB കോശി കമ്മീഷന്റെ ഭാഗമായിട്ട് വന്ന നിർദ്ദേശങ്ങൾ അവിടെ നടപ്പിലാക്കിയതിനെ പറ്റിയുള്ള ഒരു എന്താ പറയുക ഒരു വിവരം അവര് ബുക്ക്ലെറ്റ് വരെ ഇറക്കി. പക്ഷെ ആ വിവരത്തിൽ എങ്ങും തന്നെ എന്താണ് നടപ്പിലാക്കിയെന്നില്ല. ഇത്ര എണ്ണം നടപ്പിലാക്കുന്നു, ഇത്ര എണ്ണം അവരുടെ പരിഗണനയിലാന്ന് പറഞ്ഞ ഓരോ വകുപ്പിന്റെ പേരൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഓക്കെ, ഇത് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ വകുപ്പ് മന്ത്രിയോട് അന്ന് ചോദിച്ചു, അതായത് എന്തുകൊണ്ടാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്ന് ചോദിക്കുകയുണ്ടായി. മാത്രവുമല്ല, ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ക്രിസ്ത്യാനികൾക്ക് എതിരാകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ള പരാമർശങ്ങളിൽ പുള്ളി എന്ന മറുപടി ഒഴിഞ്ഞുപോക്ക് തന്നെയായിരുന്നു. പുള്ളി അവസാനം എന്നെ അവിടെ കരുവാക്കി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിന് കൃത്യമായി മറുപടി പറയാതെ അവിടെ മുങ്ങുകയുമായിരുന്നു. ആ ഒരു പ്രകൃതമാണ് പുള്ളി അവിടെ എടുക്കുകയും ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വ്യക്തമാണ്.